മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. നടന വിസ്മയ മോഹൻലാലാണ് തിരിതെളിച്ചത്. 4 ദിവസം തിരുവനന്തപുരം കനകക്കുന്നിൽ ഇനി സാംസ്കാരിക കേരളം ഒത്തുകൂടും. അല്പം മുൻപ് നടന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക്. നമ്മുടെ ലാലേട്ടനെ ഈ അക്ഷരോത്സവത്തിന്റെ 7ാമത് എഡിഷൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം മിസ്റ്റർ യൂസഫ് അലി MA, ശ്രീമതി KR മീര, മിസ്റ്റർ യോണസ് ലൂഷ, മിസ് മയൂര, ഡോക്ടർ വേണു, ശ്രീ PV ചന്ദ്രൻ, ശ്രീ MV ശ്രേയംസ് കുമാർ, ശ്രീമതി MS ദേവിക. മാതൃഭൂമി തുടങ്ങിയത് ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ പ്രസ്ഥാനം സമുദായത്തിൽ നിലനിന്ന പല അസമത്വങ്ങൾക്കെതിരെ പോരാടി അതിനുവേണ്ടി നിലകൊണ്ട ഒരു സ്ഥാപനമാണ്. അതിനൊരു പർപ്പസ് ഉണ്ട്. കാലം മാറി, തലമുറകൾ മാറി, പക്ഷെ ചില സമസ്യകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതിനെങ്ങനെ, ആ വെല്ലുവിളികൾ എങ്ങനെ അതിലൂടെ നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. ഈ അക്ഷരോത്സവം നമ്മൾ 2018 തുടങ്ങുമ്പോൾ ഈ രീതിയിൽ അത് വലുതാവും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഇതിലൊരു പ്രത്യേകത, ഇവിടെ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് പണമടച്ചിട്ടാണ് ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ വരുന്നത്. അതിന് കാരണം പണത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവിടെ വരുന്നവർ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരായിരിക്കണം, അതിനെ ഗൗരവത്തോടുകൂടി കാണണം. കേവലം ആർക്കും കയറി വന്ന് വെറുതെ സമയം ചെലവഴിക്കേണ്ട ഒരു വേദിയല്ല, ഒരു ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വേദിയാണ്. അതുകൊണ്ടാണ് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഞങ്ങൾ വെക്കാൻ നിർബന്ധിതരായത്. ഇല്ലെങ്കിൽ ഇതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരും കയറി വരും, അതിൽ അലങ്കോലപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ തെറ്റിദ്ധരിക്കരുത് മാത്രമേ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ സ്ഥലം സ്വീകരിച്ചുകൊണ്ട് വന്ന ശ്രീ മോഹൻലാൽ, അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങോട്ട് രാവിലെ എത്തിയത്. ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇതിൽ മടങ്ങിപ്പോണം. ഞാൻ കഴിഞ്ഞ മാസം കാണുമ്പോൾ വേഷം ഇതായിരുന്നില്ല, അന്ന് വേറെ സിനിമയിലായിരുന്നു. ഇപ്പോൾ പോലീസുകാരെ കുറിച്ചുള്ള സിനിമയിലാണ്, ഇപ്പോൾ പോലീസുകാരുടെ വേഷമാണ്. വളരെ ശക്തമായ പ്രമേയമാണ് സിനിമയിലൂടെ വരുന്നത്. അത് വിജയിക്കട്ടെ.